Good morning, dear children. Welcome to EVS class. Today we are going to start a new lesson, that is plants are friends. Okay. Plants are friends. You all know about plants. എല്ലാവർക്കും പ്ലാന്റ്സ് എന്താണെന്ന് അറിയില്ലേ? അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് ട്രീ ആണ്. ട്രീ. വാട്ട് യു മീൻ ബൈ ട്രീ? എന്താണ് ട്രീ? A big and tall plant is called a tree. Big and tall plant is called a tree. A tree has a hard and thick stem that is called trunk. It has a hard and thick stem that is called trunk. Trunk എന്താ trunk? അതായത് ഒരു ട്രീയുടെ ഹാർഡ് ആൻഡ് തിക്ക് പാർട്ട്, തടി എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയാ. എന്താ പറയാ? ട്രങ്ക്. ഓക്കെ. Here you can see the pictures of some trees. First one is mango tree. The second one is coconut tree. There is another tree, that is neem tree. These all are trees. It has many branches. It has many branches. Mango tree, neem tree, etc. has many branches. കുറേ കൊമ്പുകളില്ലേ? പക്ഷെ നിങ്ങൾ കോക്കനട്ട് ട്രീയിൽ നോക്കിയേ, ഇറ്റ് ഹാസ് നോ ബ്രാഞ്ചസ്. അതിന് ബ്രാഞ്ച് ഇല്ല. പക്ഷെ അതിന്റെ ട്രങ്ക് നോക്കിയേ, ട്രങ്ക് എങ്ങനെയാ? ഹാർഡ് ആൻഡ് തിക്ക് സ്റ്റെം ആണ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രങ്ക് എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് shrub. What is shrub? Okay. A shrub is much smaller than a tree. Shrub എന്ന് പറയുന്നത് ട്രീനേക്കാളും ചെറുതാണ്. A shrub is much smaller than a tree. It has a thin and hard stem. It is very thin and hard stem. It has thin and hard stem. Which are the examples? Rose, mehendi, cotton. These are the examples of shrub. What is this? This is cotton. Cotton plant. It has a thin and hard stem. Thin and hard stem. What is this? This is rose. Next one. What is that? That is jasmine. Okay. These all are shrubs. കുറ്റിച്ചെടി എന്ന് പറയും. അതിന്റെ സ്റ്റെം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തിൻ ആൻഡ് ഹാർഡ് സ്റ്റെം ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഹെർബ്. A herb is a very small plant. It has a soft stem. Very small plant ആയിരിക്കും. കൂടാതെ അതിന്റെ സ്റ്റെം എങ്ങനെയായിരിക്കും? സോഫ്റ്റ് സ്റ്റെം ആയിരിക്കും. സോഫ്റ്റ് സ്റ്റെം. Tomato, mint, spinach, rice, etc. are the examples of herb. Okay. What is this? This is mint. Mint. Pudina. It has a soft stem. Next one is spinach. What is spinach? ചീര. അതിനും സോഫ്റ്റ് സ്റ്റെം ആയിരിക്കും. ഇതിനെ നമ്മൾ എന്താ പറയാ? ഹെർബ് എന്നാണ് പറയാ. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ക്ലൈംബർ. വാട്ട് ഈസ് ക്ലൈംബർ? ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ്. A climber has a weak stem. It has a very weak stem. So it cannot go straight. It needs support to stand and grow straight. കണ്ടില്ലേ നിങ്ങൾ ഇവിടെ മണി പ്ലാന്റ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് മണി പ്ലാന്റിനെ കാണാം. അതിന്റെ സ്റ്റെം എന്തായിരിക്കും? വീക്ക് സ്റ്റെം ആയിരിക്കും. അതുകൊണ്ട് അതിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ അതിന് നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളൊരു സ്റ്റിക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കും. അതിൽ ക്ലൈംബ് ചെയ്താണ് ഈ ക്ലൈംബേഴ്സ് വളരുക. ഓക്കെ. ക്ലൈംബർ ഹാസ് എ വീക്ക് സ്റ്റെം. It cannot grow straight. It needs support to stand and grow straight. Okay. These climbers in examples ഏതൊക്കെയാ? Pea, bean, money plant and grapevine. These are the examples of climber. Climb ചെയ്ത് പോകുന്നതാണ്. Okay. Next one is creeper. What is creeper? A creeper has a very weak stem. It grows along the ground. ക്രീപ്പറിന്റെ സ്റ്റെം എങ്ങനെയായിരിക്കും? വെരി വീക്ക് സ്റ്റെം ആയിരിക്കും. ഇറ്റ് ഗ്രോസ് അലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൂടെയാണ് അത്
വളരുക. നേരെ വളരില്ല, ഗ്രൗണ്ടിലൂടെ മാത്രം, നിലത്തൂടെ വളരുന്ന സസ്യമാണ് ക്രീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ബോട്ടിൽ ഗാർഡ്, വാട്ടർമെലൺ, melon and pumpkin. Here you can see the picture of pumpkin plant. It grows along the ground, climber, creeper. Okay, next one. Where do plants grow? എവിടെയാണ് plants വളരുന്നത്? എവിടെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റ്സ് എവിടെയാ, മണ്ണിലാണ് വളരുന്നത് അറിയാം. ചില പ്ലാന്റ്സിന് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് എന്ന്, ഡെസേർട്ട് പ്ലാന്റ്സ് എന്ന് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ വാട്ടർ പ്ലാന്റ്സ്? എന്താ വാട്ടർ പ്ലാന്റ്സ് പറഞ്ഞാൽ? വാട്ടറിലുള്ള പ്ലാന്റ്സ്, വാട്ടറിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് വാട്ടർ പ്ലാന്റ്സ്. The plants grow in water are called water plants. വാട്ടറിൽ വളരുന്ന, വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിനെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾസ് ലോട്ടസ്, വാട്ടർ ലില്ലി എക്സെട്ര. താമര, ആമ്പൽ, നിങ്ങൾ അതൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് ഡെസേർട്ട് പ്ലാന്റ്സ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി, മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ്. The plants grow in hot places. The plants grow in hot places are desert plants. Example is cactus. Here you can see the picture of cactus. Cactus എന്ന് പറഞ്ഞാൽ എന്താ? കള്ളിച്ചെടി. അതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. വാട്ടർ പ്ലാന്റ്സ് ആൻഡ് ഡെസേർട്ട് plants. Okay, last part is these are some pictures that shows the parts of plant that we eat. അതായത് നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാന്റിന്റെ പാർട്സ് ആണ് ഇതൊക്കെ. സീഡ്സ്, റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. These all are plant parts. We use rice, wheat, corn etc. as in the form of seed. അതായത് പ്ലാന്റിന്റെ ആ ചെടിയുടെ വിത്തുകളാണ് നമ്മൾ റൈസും വീറ്റും കോണൊക്കെ ആ ഓരോ ചെടിയുടെയും വിത്താണ്, സീഡാണ്. Then roots, which are the roots? Turnip, carrot, beetroot, ഇതൊക്കെ റൂട്ടാണ്. ആ പ്ലാന്റിന്റെ റൂട്ടാണ് ടർണിപ്പ്, ക്യാരറ്റ്, ബീട്രൂട്ട് എന്നൊക്കെ പറയുന്ന റൂട്ട് ഫോം. അതാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റെം. ഷുഗർ കെയിന്, പൊട്ടറ്റോ ഇതൊക്കെ സ്റ്റെം ആണ്. ആ ചെടിയുടെ സ്റ്റെം ആണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷുഗർ കെയിൻ എന്താ? കരിമ്പ്. ആ കരിമ്പ് നമ്മൾ അതിന്റെ സ്റ്റെം ആണ്, ആ ചെടിയുടെ സ്റ്റെം, തണ്ടാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലീവ്സ്. ക്യാബേജ്, സ്പിനാഷ് ഇതൊക്കെ ചെടിയുടെ ലീഫാണ് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫ്രൂട്ട്സ്. ആപ്പിൾ, മാംഗോ, പൈനാപ്പിൾ, പപ്പായ എക്സെട്ര are fruits. നെക്സ്റ്റ് വൺ ഈസ് നട്ട്സ്. വാൾനട്ട്, പീനട്ട് ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഫുഡ് ഐറ്റം ആയിട്ട് ഉപയോഗിക്കുന്നു. These are some plant parts which we use as food. Okay, today we studied about different types of plants. Which are they? Can you recall it? Which are they? Shrub, trees, herb, shrub, climber, creeper, etc. Okay, so dear children, read the lesson very well. I will take the remaining part in the next class. Okay, thank you dear children.